മൂന്നാമതൊരാളിനെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ കയറ്റാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതിന്റെ ഇടയിൽ നിൽക്കുമ്പം അവരത് അടിച്ചു കലക്കാനേ നോക്കത്തുള്ളൂ. ഇപ്പൊ നല്ല ഉദ്ദേശത്തോടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഫ്രണ്ടായിട്ടൊക്കെ, അതല്ല ബെസ്റ്റ്. ഞാൻ പറയുന്ന എന്റെ ഇതിലുണ്ടായിരുന്നു അടുത്ത്. പണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇത് എന്റെ ബെസ്റ്റിയാന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ബെസ്റ്റി എന്ന് പറയാൻ തന്നെ നമുക്കൊരു പേര്, ആൾക്കാർ ആ ഒരു തോട്ടിന് നെയിമിനെ തന്നെ മാറ്റി വെച്ചേ. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇവൻ എടുക്കണം, അല്ലെങ്കിൽ അവളെ കയ്യിൽ നിന്ന് കിട്ടാൻ ആ റിലേഷൻ പൊട്ടിക്കുക, ഈ ഒരു പെൺകുട്ടീനെ അവന് സ്വന്തമാക്കണം. ആ ഒരു ചിന്ത സ്വന്തമാക്കണ്ട, അവന് കിട്ടണം, യൂസ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, തുപ്പുക, അല്ല അങ്ങനെ ഇങ്ങനെ സക്കുക, തുപ്പുക, അവന്മാരെ കാര്യം നോക്കി അങ്ങ് പോകും. പക്ഷെ ഇവര് ചിന്തിക്കുന്നത് അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ എല്ലാ കാര്യം ചെന്ന് പറഞ്ഞു. വീട്ടില് കഞ്ഞി വെക്കുന്നത്, അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞത്, പട്ടി തുമ്മിയെന്ന് എല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം ചെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവൻ ഇതെല്ലാം കേട്ടോ അങ്ങനെ നിന്നിട്ട് രാത്രിയാകുമ്പോ നീ അവൻ എന്ത് പറഞ്ഞേ, അവൻ എന്ത് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ ഹാപ്പി ആണോ, അവൻ അലമ്പാണ്. എന്റെ ഇതിലുണ്ടായിരുന്നു ഒരുത്തെ, അതുകൊണ്ട് എനിക്ക് നല്ല പോലെ എനിക്ക് മനസ്സിലാവും. കുറെ ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന് ഇപ്പം എന്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം എന്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളി രാത്രി വിളിച്ച് ഈ പെൺകുട്ടി എടുത്ത് ഫോൺ വിളിക്കും. നമുക്കൊരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ ഇത്ര സമയം വരെ സംസാരിക്കാൻ സ്പേസ്, ഇവർ സ്ഥിരം ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ തന്നെ ഇങ്ങനെ ഇത് എന്താ സംസാരിക്കാനുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ പറയും പ്രാർത്ഥന എന്ന് പറയും. രാത്രി ഇവര് പ്രാർത്ഥനയാണ്, അത് ഫോൺ വിളിച്ചുള്ള പ്രാർത്ഥന. 10 മണി തൊട്ട്, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, അപ്പൊ 10 മണി തൊട്ട് 1 മണി വരെ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും വീഡിയോ കോൾ ആണ്. ഇല്ല അതെനിക്കറിഞ്ഞൂടാ. അപ്പൊ എന്നോട് ഞാൻ പറയുന്നതല്ല, അങ്ങനെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ കൂട്ടാൻ പറയും. ഞാനും പള്ളിയിൽ പോകുന്നൊക്കെയല്ലേ, എന്നെ കൂടെ പ്രാർത്ഥനയെ കൂട്ടാൻ പറയുന്നത്. അപ്പൊ അവൻ അത് ഇഷ്ടമല്ല, ഞാൻ വരുന്ന ഇഷ്ടമല്ല. ഞാൻ അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ചു തരാന്ന്. അപ്പൊ അത് അവന് പറ്റൂല, അവനത് ഭയങ്കര പ്രശ്നമാണ്, അവന് എന്നെ കാണുന്നത് അറപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളെല്ലാം റിലേഷനിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പറ്റൂല, അത് ആ ചേട്ടായിനെ വെറുപ്പിക്കാൻ പറ്റൂല. അങ്ങനെ ഇവര് പ്രാർത്ഥിച്ച് അവസാനം അവൻ പ്രാർത്ഥനയോടും കൂടെ അടിച്ച് 2 പീസാക്കി അങ്ങ് വെച്ച് തന്നിട്ട് അവനും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, വേറൊരു അപ്പാവിന്റെ തലയിലായി. അല്ല ഞാൻ അങ്ങനെ പറയുന്നല്ല, അവനി എങ്ങനെയുള്ളവനെന്ന് എനിക്കറിയില്ല, അത് ദൈവവും അവരും തമ്മിലുള്ള നന്നായൊന്നും ഇരിക്കണ്ട. ഒത്തിരി പ്രാർത്ഥനയുണ്ട്. അല്ല ഞാൻ ആദ്യമായിട്ട് 10 1 മണിയിലൊക്കെ പ്രാർത്ഥന, അത് വിശ്വസിക്കാൻ നീയും പ്രാർത്ഥന സത്യം ഭയങ്കര പ്രാർത്ഥന.